Hello everyone, welcome to Disha Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SBI ക്ലർക്ക് പ്രിലിംസ് 2025ന്റെ കട്ട് ഓഫിനെ പറ്റിയാണ്. ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ്, എക്സാക്ട് കട്ട് ഓഫ് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് കാര്യങ്ങൾ അനാലിസിസ് നടത്തിയിട്ടാണ് നമുക്കൊരു കട്ട് ഓഫ് പറയാൻ പറ്റുന്നത് അല്ലെ. അതായത് എക്സാമിന്റെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും. ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ വേക്കൻസി, എത്ര വേക്കൻസി ഉണ്ടായിരുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഒരു കട്ട് ഓഫ് ഡിറ്റർമിൻ ചെയ്യാനുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് പറയാൻ പറ്റും. ശരിക്കും ഈ ഒരു വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI ക്ലർക്കിന്റെ പ്രിലിംസ് കഴിഞ്ഞ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഇനി മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, എനിക്ക് ഇത്രയാണ് മാർക്ക്, അല്ല എന്റെ അറ്റംപ്റ്റ് ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും എഫേർട്ട് എടുക്കണോ, ഞാൻ മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണോ, ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് കട്ട് ഓഫ് ക്ലിയർ ആയിട്ട് മെയിൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമും കിട്ടില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിറകില്. അപ്പൊ നമുക്ക് നോക്കാം എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്താണ്. അതുപോലെ തന്നെ എത്ര അറ്റംപ്റ്റ് വരെയൊക്കെ ഉള്ളവർ മെയിൻസിന് അപ്ലൈ ചെയ്യണം, മെയിൻസ് പഠിച്ചു തുടങ്ങണം, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദിശ അക്കാഡമി എല്ലാ ബ്രാഞ്ചസിലും, നമ്മുടെ ഓഫ്ലൈനിലുള്ള എല്ലാ ബ്രാഞ്ചസിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ ബാങ്കിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും അക്കാഡമിയുടെ അവൈലബിൾ ആണ്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. നമുക്ക് നമ്മുടെ വീഡിയോസിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു അനാലിസിസ് ബേസ്ഡ് ഓൺ വേക്കൻസി ആണ് കേട്ടോ. വേക്കൻസി ബേസ്ഡ് നമുക്കൊരു അനാലിസിസ് നടത്താം. അപ്പൊ പ്രീവിയസ് ഇയർ വേക്കൻസിയും കട്ട് ഓഫും വെച്ചിട്ട് നമ്മുടെ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് ഒന്ന് പ്രഡിക്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒരു കട്ട് ഓഫ്, ഒരു പർട്ടിക്കുലർ, ഒരു എക്സാക്ട് കട്ട് ഓഫ് അല്ല, ഒരു റേഞ്ച് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആർക്കൊക്കെ ഈ ഒരു എക്സാമിന് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ള കാര്യവും മനസ്സിലാവും. അപ്പൊ പ്രീവിയസ് ഇയർ വേക്കൻസീസും കട്ട് ഓഫും നോക്കുമ്പോൾ നമുക്ക് ആദ്യം 2021 2022 വർഷങ്ങളിൽ നടന്ന SBI ക്ലർക്കിന്റെ വേക്കൻസി നോക്കുവാണെങ്കിൽ 97 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അബൌട്ട് 100 അല്ലെ, 100 വേക്കൻസീസ് തികച്ചില്ല, 97 വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു വേക്കൻസി വന്നപ്പോഴത്തേക്കും നമുക്ക് കട്ട് ഓഫ് വന്നത് 69 ആണ്. 69 മാർക്കോ അതിൽ കൂടുതലോ വാങ്ങിയവർക്ക് മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു, മെയിൻസ് എക്സാം എഴുതാൻ പറ്റുമായിരുന്നു. അപ്പൊ അതാണ് 2021-22 വന്നത്. ഇനി 2022-23 നെക്സ്റ്റ് ഇയറിൽ നടന്ന SBI ക്ലർക്കിന്റെ എക്സാമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ 270 വേക്കൻസീസ് ഉണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ വർഷത്തേക്കാളും അതിന് മുന്നേ ഉള്ള വർഷത്തേക്കാളും വേക്കൻസീസ് ഒരു ഡബിൾ പ്ലസ് ആയിട്ടുണ്ട് അല്ലെ. അങ്ങനെ വന്നപ്പോഴത്തേക്കും കട്ട് ഓഫ് നോക്കി ഒരു മാർക്കിന്റെ ഒന്ന് കുറഞ്ഞു അല്ലെ, ഒരു മാർക്കേ കുറഞ്ഞുള്ളൂ. ഒരു ഡബിൾ വേക്കൻസി വന്നിട്ട് പോലും ഒരു മാർക്കിന്റെ കട്ട് ഓഫേ കുറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഒരു 68 ആയി കട്ട് ഓഫ്. 270 എന്ന് പറയുന്നത് ഒരു വലിയ ബിഗ് വേക്കൻസീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 68 ആയി. ഞാൻ പറഞ്ഞില്ലേ, വേക്കൻസീസ് ഡബിൾ ആയി എന്ന് പറഞ്ഞ കട്ട് ഓഫിൽ വലിയൊരു വേരിയേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അതും കൂടെയാണ് ഈ ഒരു അനാലിസിസ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ 2023-24 2023-2024 വർഷത്തില് വീണ്ടും വേക്കൻസി നന്നായിട്ട് കുറഞ്ഞു, 47 ആയി. 47 വേക്കൻസി ഉള്ളു അല്ലെ. 47 കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്ന ഒരു എക്സാമിന് ഒരുപാട് പേര് മെയിൻസ് എഴുതിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ നമ്മുടെ കട്ട് ഓഫ് വളരെ നല്ല രീതിയിൽ ഹൈ ആയി, 76.25. അതായത് 47 പേരെ മാത്രം സെലക്ട് ചെയ്യേണ്ട ഒരു വേക്കൻസി വന്നപ്പോൾ പ്രീവിയസ് ഇയർ ഏറ്റവും കഴിഞ്ഞ SBI ക്ലർക്ക് എക്സാമിന് സംഭവിച്ചത് ഇങ്ങനെയാണ്. 47 വേക്കൻസി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ 76.25 നല്ലൊരു കട്ട് ഓഫ് വന്നു. അപ്പൊ നമുക്ക് ഇപ്രാവശ്യത്തെ വേക്കൻസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കമ്പാരിറ്റീവ്ലി ഈ 3 റേഞ്ചിനേക്കാളും കൂടുതൽ വേക്കൻസീസ് ഉണ്ട്, നല്ല വേക്കൻസീസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്തായിരിക്കും കട്ട് ഓഫ് ഈ 3 എണ്ണത്തെക്കാളും എന്തായാലും കുറവായിരിക്കും. കട്ട് ഓഫ് എന്തായാലും 97 വേക്കൻസീസ് ഉള്ളപ്പോൾ 69നേക്കാളും 270 വേക്കൻസി ഉള്ളപ്പോൾ 68നേക്കാളും അതുപോലെ 47 വേക്കൻസി ഉള്ള 76.25നേക്കാളും എന്തായാലും കുറവായിരിക്കും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വേക്കൻസി വന്നേക്കുന്നത് 2024-2025 വന്നേക്കുന്ന വേക്കൻസി 426 വേക്കൻസീസ് ആണ്. 426 വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 68നേക്കാൾ കുറയുമെന്നാണ് എക്സ്പെക്ടേഷൻ. മേ ബി അതുകൊണ്ട് തന്നെ ആ ഒരു 68നെ ഒരു ആവറേജ് ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ 65 മുതൽ 73 വരെ വരാൻ ഒരു പോസിബിലിറ്റി ആണ് എക്സ്പെക്ടഡ് കട്ട് ഓഫ് കാണുന്നത്. അപ്പൊ 60 ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ മെയിൻസ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. ഈ ഒരു റേഞ്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ സെലക്ട് ചെയ്തത്. ഒരു 68 അറൌണ്ട് ആയിരിക്കും എന്തായാലും വേക്കൻസീസ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ്പെക്ടഡ് കട്ട് ഓഫ് അതുകൊണ്ട് 65 to 68 കുറയാനും ചാൻസ് ഉണ്ട്, 68ൽ കുറച്ചൊന്ന് കൂടാനും മേ ബി ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് മെയിൻസ് ആരൊക്കെ
പ്രിപ്പയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65 ആൻഡ് എബോവ് അതാണ് ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ 65 അല്ലെങ്കിൽ അതിന്റെ എബോവ് എഴുതിയിട്ടുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറ്റംപ്റ്റ് 65 ആൻഡ് എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം, മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. 100% നിങ്ങൾക്ക് എന്തായാലും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി ഒരു 64 ഒക്കെ ഉള്ളവരും ബാങ്ക് എക്സാം കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ സൈഡായിട്ട് നോക്കിക്കൊള്ളാം. റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തായാലും ഒരു കൺഫർമേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ പ്രിപ്പയർ ചെയ്യാനുള്ള കൂടുതൽ ടൈം കിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ പോകാനായിട്ടും പറ്റും. സോ ഒരു 65 ആൻഡ് എബോവ് ഉള്ളവർ എന്തായാലും മസ്റ്റ് ആയിട്ടും പ്രിപ്പയർ ചെയ്യുക. അതിൽ കുറച്ച് കുറവുള്ളവരും പാരലി നോക്കി തുടങ്ങുക. ഓക്കെ, എന്തായാലും ഫൈനൽ കട്ട് ഓഫ് വന്നിട്ട് നമുക്ക് എന്താന്നുള്ളത് കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം എക്സാം പ്രിലിംസ് നല്ല അറ്റംപ്റ്റ് ചെയ്തവരെല്ലാം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. കാരണം റിസൾട്ട് വന്നു കഴിഞ്ഞൊരു ടൈം ഉണ്ടാവില്ല. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. ഓക്കെ, കാരണം വേക്കൻസീസ് ഉണ്ട്, നല്ല രീതിയിൽ വേക്കൻസീസ് ഉണ്ട്. അപ്പൊ നല്ല ഒരു പ്രിപ്പറേഷൻ നടത്തുക കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഒക്കെ ബാങ്കിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, അതുപോലെ കോഴിക്കോട്, തൃശ്ശൂർ ഇവിടെയൊക്കെ ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ബോത്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. മാക്സിമം യൂസ് ചെയ്യുക, പഠിക്കുക, ജോലി നേടുക കേട്ടോ. താങ്ക് യു ഓൾ, താങ്ക് സോ മച്ച്, ബൈ.